ഓൺ സ്ക്രീൻ ചാനൽ. എല്ലാ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ചാനൽ പ്രേക്ഷകർക്കും ഒരു കൊച്ചു പൈങ്കിളിക്കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ശ്രീമതി ലൈല രാധാകൃഷ്ണന്റെ ഒരു ചെറുകഥയാണ്. അനന്തം അജ്ഞാതം. ഞാൻ ലൈല രാധാകൃഷ്ണൻ. ഞാൻ എഴുതിയൊരു ചെറുകഥയാണ്. പേര് അനന്തം അജ്ഞാതം. ശ്രീകോവിലിന്റെ മുന്നിൽ മിഴികൾ പൂട്ടി ഇങ്ങനെ നാമജപവും കേട്ടിരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ശരിക്കും എത്ര നേരമായി ഞാൻ ഈ ഇരിപ്പിരുന്നിട്ട് എന്ന് പോലും അറിയാൻ വയ്യ. ചന്ദനത്തിരിയും കർപ്പൂരവും കൂടിച്ചേരുന്ന ഈ ഗന്ധം, നാമജപവും എല്ലാം കൂടി വല്ലാത്തൊരനുഭൂതി തന്നെ. ആദ്യമായാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കുറച്ചു നേരമെങ്കിലും എല്ലാം മറന്ന് ഭക്തിയിൽ ലയിച്ചിരിക്കുന്നത്. അല്ല, ഇതെന്തു പറ്റി എനിക്ക്? ഞാൻ ഒരിക്കലെങ്കിലും അമ്പലനടയിൽ ഇതുപോലെ എല്ലാം മറന്നൊന്ന് ഇരുന്നിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു വിശേഷ ദിവസം അമ്പലനടയിൽ തൊഴാൻ പോയതാണ്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലക്ഷ്മിയാണോ രേഷ്മയാണോ? അല്ല, രേഷ്മ തന്നെ. അന്ന് അവിടെ ഒരു വിശേഷാൽ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നവർ നാമജപത്തിലും പൂജയിലും ഒക്കെ ലയിച്ചിരിക്കുന്നു. തിരുമേനി പറയുന്ന കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ശ്ലോകങ്ങൾ കേട്ട് അർത്ഥമറിയാതെ ചിരിപൊട്ടി നിന്ന എന്നെ രേഷ്മ അതേ മുഖത്തോടെ നോക്കിയത്. ഇനി അവിടെ നിന്നാൽ ചിരി പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ നിന്ന് കുറെ ചിരിച്ചതും. ലക്ഷ്മിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ കിടന്ന് വഴക്ക് പറഞ്ഞാനെ. ഓർത്തപ്പോൾ തന്നെ ചിരി വരുന്നു. ദൈവമേ! വീണ്ടും ചുണ്ടിലേക്ക് വന്ന ചിരി ഞാൻ പെട്ടെന്ന് ഒതുക്കി. ഞാനെന്താ ഇങ്ങനെ? എപ്പോഴെങ്കിലും ഭക്തിയിലേച്ച് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എത്രയോ ദീപാരാധന കണ്ട് തൊഴാൻ പോയിട്ടുണ്ട്. അവിടെ ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നത്? അമ്പലമുറ്റത്ത് നിൽക്കുന്ന വലിയ അരയാലും അതിലാടുന്ന നേർച്ചത്തൊട്ടിലുകളും ആൽത്തറയും താഴെ വീണ് കിടക്കുന്ന മഞ്ചാടിക്കുരുവും കാട് പിടിച്ചു കിടക്കുന്ന സർപ്പക്കാവും പുള്ളുവൻ പാട്ടും മഞ്ഞൾ പ്രസാദവും ഇതൊക്കെ തന്നെയല്ലേ അമ്പലത്തിൽ പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്? പണ്ട് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് എത്രയോ നിർമാല്യം കണ്ട് തൊഴാൻ പോയിട്ടുണ്ട്. അത് ഭക്തി കൊണ്ടായിരുന്നോ? ഒരിക്കലുമല്ല. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഇറങ്ങുമ്പോൾ എന്റെ ഭർത്താവ് പറയും, നിന്നെ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കേൾക്കാനല്ലായിരുന്നോ? നാലമ്പലം ചുറ്റുമ്പോൾ മുഖത്തടിക്കുന്ന ഒരു തണുത്ത കാറ്റുണ്ട്. നാലമ്പലത്തിന്റെ വടക്കേ കോണിൽ ഒരു നീണ്ട കണ്ണാടിയുണ്ട്. ഭക്തർക്ക് കണ്ട് ചന്ദനം തൊടാൻ. ആ കണ്ണാടിയിൽ നോക്കി ചന്ദനം നെറ്റിയെ തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഇനി ശ്രീകോവിലിനകത്ത് കയറിയാലോ? ദേവിയുടെ ആടയാഭരണങ്ങളും ഒരുക്കവും നാമജപത്തിനും മാത്രം ചുണ്ടനക്കി മെഴുകൂപ്പി നിൽക്കുന്ന അമ്മമാരും, പിന്നെ ശ്രീകോവിൽ തുറക്കുമ്പോൾ അടിക്കുന്ന ഒരു കൂട്ടമണിയുണ്ട്. അത് കേൾക്കുമ്പോൾ എത്ര രസമാണ്. ഇതിനിടയിൽ ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കാറ്? എത്രയോ നല്ല കാര്യങ്ങൾ നടക്കാനായി ഈ തിരുമുമ്പിൽ വന്ന് നാരങ്ങ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഭഗവാൻ നടത്തി തന്നിട്ടുമുണ്ട്. ഒരിക്കൽ പോലും ഭഗവാനിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത എനിക്ക് ഒക്കെ എങ്ങനെ ഒരു തടസ്സവുമില്ലാതെ നടത്തി തന്നു? അതിശയം തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരിക്കാം. ചിന്തിച്ച് ഞാൻ എങ്ങോട്ടായി പോകുന്നത്? നാമജപം തീരാൻ ഇനി കാത്തിരിക്കുന്നില്ല. നാമജപം തീരുമ്പോൾ അന്നദാനം കാണുമായിരിക്കും. ചൂട് ചോറും അതിലൊഴിക്കുന്ന ആവി പറക്കുന്ന സാമ്പാറും അവിയലും അച്ചാറും. ഓർത്തപ്പോൾ തന്നെ വായിൽ വെള്ളം നിറഞ്ഞു. ഇനി വരുമ്പോൾ ആകട്ടെ, ഇപ്പോൾ തന്നെ വൈകി. ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോകാനായി എഴുന്നേറ്റു. അയ്യോ, എഴുന്നേൽക്കാൻ കഴിയുന്നില്ലല്ലോ. കൈയും കാലും ഒന്നും അനക്കാൻ പോലും പറ്റുന്നില്ല. തറയിൽ ഇരുന്നത് കൊണ്ടായിരിക്കാം. വീണ്ടും ശ്രമിച്ചു, നടക്കുന്നില്ല. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. എന്റെ തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഇതാരാ ചെയ്തത്? ദേഷ്യം വരുന്നു. ഞാനിവിടെ കിടക്കുകയാണോ? ഇതെന്താ എന്റെ മൂക്കിൽ പഞ്ഞിയോ? ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പെട്ടെന്നാണ് ഞാൻ പരിസരം ശ്രദ്ധിച്ചത്. എന്റെ തലക്കീഴിൽ കത്തുന്ന നിലവിളക്ക്, അതിനു താഴെ എരിയുന്ന ചന്ദനത്തിരി, ഈണത്തിൽ കേൾക്കുന്ന നാമജപം, അടക്കിപ്പിടിച്ച സംസാരം. ഞാൻ മരിച്ചു.
വിശ്വസിക്കാൻ കഴിയുന്നില്ല. എപ്പോൾ, എങ്ങനെ? കരച്ചിൽ വരുന്നു. ഒന്ന് ഉറക്കെ കരയണമെന്ന് തോന്നി. പക്ഷെ കരയാൻ പോയിട്ട് ഒരു ചെറു വിരലൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ആകെ ഒരു മരവിപ്പ്. മരവിപ്പോ? എനിക്കോ? മരിച്ചു കിടക്കുന്ന എനിക്കിനി എന്ത് മരവിക്കാനാണ്? എവിടെ എന്റെ ഭർത്താവ്, മക്കള്? എന്റെ മക്കൾ എന്തിയേ? 3 പെൺമക്കളായതുകൊണ്ട് പണ്ട് ആരോ പറഞ്ഞു തോർത്തു, മരിക്കുമ്പോൾ അടുത്തിരുന്ന് കരയാൻ പെൺമക്കൾ കാണുമല്ലോ എന്ന്. അന്ന് അവരോട് തോന്നിയ ദേഷ്യം. പെൺമക്കളുടെ ജോലി കരച്ചിലാണോ? അവരെ വളർത്തുന്നത് കരയിപ്പിക്കാനാണോ? എന്തൊക്കെയാണ് ആൺമക്കളുണ്ടെങ്കിൽ സമൂഹം പറയുന്ന മേന്മകൾ? വയസ്സുകാലത്ത് നോക്കാനും മരിക്കുമ്പോൾ ചിത കത്തിക്കാനും. എന്താ, പെൺമക്കൾ കത്തിച്ച ചിത കത്തില്ലേ? അവർ വയസ്സുകാലത്ത് നോക്കില്ലേ? ഇന്നെന്റെ മക്കൾ പഠിച്ച് ഉദ്യോഗസ്ഥരായി നല്ല നിലയിൽ കുടുംബവുമായി കഴിയുന്നു. അല്ല, എന്തി എന്റെ മക്കൾ? മാവിട്ട് കരഞ്ഞില്ലെങ്കിലും ചെറുതായി കരയുന്ന ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. ഓഹ്, കണ്ടു, മക്കൾ ദുഃഖഭാരത്തോടെ കസേരയിൽ ഇരിക്കുന്നു. അവരെന്താ ഈ കസേരയിൽ കയറിയിരിക്കുന്നത്? എന്റെ അടുത്തിരുന്നൂടെ? ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ചെറിയ ശബ്ദത്തിലൊന്ന് കരഞ്ഞൂടെ? പെട്ടെന്നാണ് ലക്ഷ്മിയുടെ സ്ഥിരം പല്ലവി ഓർത്തത്. ദയവേത് ആളുകളെ ബോധിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യരുതെന്ന്. എന്തായാലും സഹിക്കാൻ കഴിയാത്ത ദുഃഖമുണ്ട്. സമാധാനമായി. ചേട്ടൻ എന്തിയെ? ഓഹ്, കണ്ടു, ചേട്ടനും കസേരയിൽ ദുഃഖഭാരത്താൽ തലകുനിച്ചിരിക്കുന്നു. അതും ഒരു സമാധാനമായി. ആരും അടുത്തിരുന്ന് രാഷ്ട്രീയമൊന്നും പറയാതിരുന്നാ മതി. ദൈവമേ, എന്റെ ഈ ആത്മാവാണോ ഈ ചുറ്റി നടക്കുന്നത്? ഞാൻ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് എത്രയോ വട്ടം തർക്കിച്ചിട്ടുണ്ട്. എന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നി. ഒന്നിനും കഴിയുന്നില്ലല്ലോ. എന്റെ മക്കളെ ഇരുന്നിടത്ത് കാണുന്നില്ലല്ലോ. എവിടെ പോയവർ? ഓ, മുറിയിലുണ്ടല്ലോ. അവർ അലമാര തുറക്കുന്നത് എന്തിനാണ്? ദൈവമേ, ഞാൻ കവിത എഴുതുന്ന ബുക്ക് തപ്പുകയാണോ? അത് കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. അല്ലല്ലോ, ഫോൺ എടുക്കുകയാണല്ലോ. എന്തൊക്കെയോ മെസ്സേജുകൾ വായിക്കുകയും അയക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവർക്ക് ഈ സമയത്തെങ്കിലും കുറച്ചു നേരം ഫോൺ എടുക്കാതിരുന്നൂടെ? ഇവർക്ക് അവിടെ പോയി ഇരുന്നൂടെ? വെറുതെ നാട്ടുകാരെ പറയിപ്പിക്കാൻ. എന്തായാലും ഒരു സമാധാനമുണ്ട്. നല്ല കുർത്തയും പാൻറ്റും ഒക്കെ ഇട്ടിരിക്കുന്നു. ഷേ, എഴുതി എഴുതി കൈ അഴയ്ക്കുന്നു. ഇത് എങ്ങനെ വന്ന് എഴുതി അവസാനിപ്പിക്കും? എൻഡിങ്ങിനാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. എൻഡിങ് നല്ലതല്ലെങ്കിൽ പാർക്കുട്ടി ഉറപ്പായും പറയും, എൻഡിങ്ങിന് ഒരു ത്രില്ലും ഇല്ല അമ്മ എന്ന്. ഞാനിത് വായിക്കുമ്പോൾ ചേട്ടനും മക്കളും ഒക്കെ ഒന്ന് കരഞ്ഞാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു എന്നെഴുതിയാലോ? അല്ലെങ്കിൽ വേണ്ട, അലാറം കേട്ട് ഞെട്ടി എഴുന്നേറ്റു എന്ന് പറയാം. ഇതൊക്കെ എല്ലാവരും സ്ഥിരം എഴുതുന്നതല്ലേ. നല്ല ത്രില്ലിംഗ് ആയ ഒരു എൻഡിങ് ഒന്ന് കിട്ടിയെങ്കിൽ. എഴുതണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻഡിങ് കിട്ടാത്തതാണ് നല്ലത്. എൻഡിങ് ഒക്കെ കിട്ടി നല്ല ഒരു കഥയാക്കിയാലോ. പിന്നെ ചോദ്യങ്ങളാ, നീ എപ്പോഴും മരണവും ദുഃഖവും ഒറ്റപ്പെടലും ഒക്കെ നിറഞ്ഞ കഥയും കവിതയൊക്കെ എഴുതുന്നത് എന്തിനാന്ന്? ഇതൊക്കെ കൊണ്ടാണ് പ്രണയത്തെക്കുറിച്ചൊരു കവിത എഴുതിയത്. അപ്പോൾ പിന്നെ ചോദ്യം, നിന്റെ പ്രണയാണോ, നിന്റെ നഷ്ടപ്രണയാണോ? ഒരു ടോപ്പിക്ക് കിട്ടി അത് വെച്ചൊരു കഥയോ കവിതയോ ആക്കിയെടുക്കുന്ന പാട് എനിക്കല്ലേ അറിയൂ. എന്തായാലും നല്ലൊരു എൻഡിങ് കിട്ടാത്ത സ്ഥിതിക്ക് ആരെയും ഇനി കാണിക്കാനും പോകുന്നില്ല, പറയാനും പോകുന്നില്ല. കഥയ്ക്ക് വേണ്ട ഒരു പേരും ഇനി തപ്പണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, നല്ലൊരു വെറൈറ്റി ടോപ്പിക് അല്ലേ. ചിന്തിച്ചാൽ എന്തായാലും നല്ലൊരു എൻഡിങ് കിട്ടും. തൽക്കാലം കഥയ്ക്ക് പറ്റിയ ഒരു പേര് തപ്പാം. എൻ്റെ പാർക്കുട്ടിയാണ് ഈ കഥയ്ക്ക് പറ്റിയ ഒരു പേര് എനിക്ക് കണ്ടുപിടിച്ചു തന്നത്. അനന്ത അജ്ഞാതം. താങ്ക് യു മോളൂ. ഇനിയും ശ്രീമതി ലൈല രാധാകൃഷ്ണൻ നല്ല കഥകളും കവിതകളുമായി നമ്മുടെ ചാനലിൽ വരിക. പാറുമോൾക്ക് ആശംസകൾ നേരുന്നു. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, മുഗ്ധലജ്ജാവതി മുഗ്ധലജ്ജാവതി ലാവണ്യമേ, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ.
വസന്തത്തിൻ തപ്ത നിശ്വാസമേ. എൻ ഗ്രാമഭൂമി തൻ സീമന്തരേഖയിൽ കുങ്കുമപ്പൂങ്കുറി ചാർത്തുപോലെ സന്ധ്യതൻ ചുംബനമുദ്ര പോൽ, സന്ധ്യതൻ ചുംബനമുദ്ര പോൽ സുസ്മിത സ്പന്ദനം പോൽ നീ കടന്നു വരൂ. എന്റെ മനസ്സിന്റെ അങ്കണമാകെ നീ വർണ്ണാഞ്ചിതമാക്കൂ, വർണ്ണാഞ്ചിതമാക്കൂ. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ.